ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മോചിതരായവരുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നുണ്ട്. അതിലേക്കാണ് ഇനി ഈ റഷ്യയിലെ ദുരിത ജീവിതവും തൊഴിൽ തട്ടിപ്പും ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ സ്വദേശി സന്തോഷ് ഷൺമുഖമാണ്. വാക്കുകളിലേക്ക്. സിബി ഇവരുടെ ഫസ്റ്റ് കയറിയാണ്, കാരണം അതിൽ കയറിയാണ്. അപ്പോൾ അവനെ വെച്ചിട്ടാണ് അവരെ വെച്ചിട്ടാണ് ശരിക്കും ഈ സ്റ്റീവ് ഈ സന്ദീപും ഒക്കെ കളിക്കുന്നത് ശരിക്കും. അപ്പോൾ അവരെ വെച്ച് പിന്നെ അവനാണ് ഇതിൽ പ്രൊമോഷൻ ചെയ്യണ മാതിരി. ഇപ്പോൾ വീഡിയോ കോളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്ത് സിബിയാണ്. തങ്ങൾ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുമ്പോഴും നാട്ടിൽ നിന്നും നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഏജന്റുമാർ ശ്രമിച്ചു. ദുരിതങ്ങൾ പുറത്തു പറയാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും സന്തോഷ് പറയുന്നു. അവിടെ ചെന്ന് ഒരു 10 ദിവസം ആകുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും, ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെപ്പോഴും മരിക്കാമെന്നുള്ള സിറ്റുവേഷൻ നമുക്ക് അവിടെ ട്രെയിനിങ് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. കാരണം നമ്മൾ പോയ ടീമുകളൊക്കെ കുറേ മരിച്ചു വീണു. എന്തുകൊണ്ടെന്നിട്ട് ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വമാണ്. കാരണം അറിയാൻ പറ്റും, എങ്ങനെ പോലും അറിയാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ 20 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ബാച്ചിൽ പോകുന്ന ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടീമുകൾ മരിക്കുക, അപ്പോൾ അടുത്ത ടീമുകൾ വരികയാണ്. ജോലി ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തനിക്കൊപ്പമുള്ള 22 പേർ യുദ്ധത്തിൽ മരിച്ചുവെന്നും 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും സന്തോഷ് ഷൺമുഖം ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. പോണത് ഒരു ശമ്പളം മേടിക്കാൻ ആളുണ്ടാവില്ല. അതാണ് ഒരു ശമ്പളം മേടിക്കും പിന്നെ ഉണ്ടാവില്ല. ഒരു കറക്റ്റാ ഒരു 10 ദിവസമാണ് നമ്മൾ ആ യുദ്ധത്തിൻ്റെ ഉള്ളിൽ പെട്ടത്. അതിനുള്ളിൽ ഞങ്ങൾ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർന്നു. കാരണം ഞങ്ങൾ പോകുന്നതിന് ശേഷം ഞങ്ങൾ നിന്ന ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു പോയി. ഇത്തരത്തിൽ നിസ്സഹായരായ കുറേയധികം മനുഷ്യരാണ് ഈ ഏജന്റുമാരുടെ കെണികളിൽപ്പെട്ട് റഷ്യയിൽ ഇപ്പോൾ ദുരിത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാധിക്കട്ടെ. എംബസി മുഖാന്തരം കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ട ഒരു വിഷയമാണ്. എത്രയും വേഗം അവരെയൊക്കെ നാട്ടിലെത്താൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഇനിയും കണ്ണികൾ പുറത്തുണ്ട്. ഇവരിലേക്കും അന്വേഷണ സംഘത്തിന് എത്രയും വേഗം എത്താൻ സാധിക്കട്ടെ.